എൻ്റെ ചങ്കുകൾക്കെല്ലാം എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ചങ്കുകൾ, അപ്പോൾ ഞാൻ പറയാൻ വന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആർക്കാണ് സ്വാതന്ത്ര്യമുള്ളത്? വളരെ ചുരുങ്ങിയ വിഭാഗം ആളുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുള്ളൂ. അതായത് 100-ൽ 30% ആളുകൾക്ക്. ബാക്കി 70% ആളുകൾക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല. സ്വന്തമായി കയറി കിടക്കാൻ ഒരു വീടോ, ഒരു കാക്കയ്ക്ക് ഇരിക്കാൻ കുറച്ച് സ്ഥലം മതിയല്ലോ, അത്ര പോലും സ്ഥലമില്ലാത്ത ആളുകളുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. ഓകുപാലത്തിൻ്റെ ഉള്ളിലും പാലങ്ങളുടെ ഉള്ളിലും കടത്തിണ്ണയിലും കിടന്നുറങ്ങുന്ന കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഈ 70% ആളുകളുടെ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത് ഇട്ടാണ് ഈ 30% ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു 60% നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തോളൂ. ബാക്കി 40% പാവപ്പെട്ട ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കണം. അതായത് എൻ്റെ കൺമുന്നിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുറേ നാടുകളൊക്കെ കണ്ട വ്യക്തിയാണ്. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണലായി എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പം ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കണ്ട കാര്യമാണ് ഞാനിത് പറയുന്നത്. എൻ്റെ കൺമുന്നിൽ തന്നെ കണ്ടിട്ട് ഇന്നും അതിൻ്റെ അവസ്ഥ. അതായത് ഒരാഴ്ചക്കുള്ള ഉണക്കറൊട്ടി ഉണ്ടാക്കിയിട്ട് ഗോതമ്പ് കൊണ്ട്, ആ റൊട്ടിയിൽ ഒഴിച്ചു ഒഴിക്കാൻ കറിയില്ല കേട്ടോ. എന്താണുള്ളത് നിങ്ങൾക്കറിയോ? മുളകും പൊടിയിൽ ഉപ്പിട്ടിട്ട് ആ ഉപ്പ് കൂട്ടി റൊട്ടി കടിച്ച് തിന്നുന്ന അവസ്ഥ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇന്നും നടന്നുകൊണ്ടുണ്ട് കേട്ടോ. എൻ്റെ കണ്ണുമുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് വേസ്റ്റ് ഇടുന്ന അതിൽ നിന്നും, ചോറ് വെച്ച ഏത് കൊണ്ടേ ഇടുന്നില്ല, അതിൽ നിന്നും ഇത് എടുത്തിട്ട് ഭക്ഷിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ കൊടുക്കുന്ന തുണി കുപ്പായങ്ങൾക്ക് അറിയോ? പണ്ട് കാലത്ത് നമ്മളിവിടെ കോണ ഉണ്ടായിരുന്നല്ലോ, അതേമാതിരി കോണത്തുണി, അത് വെള്ളയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ കളർ കണ്ടെങ്കിൽ അന്തം വിട്ടുപോകും. മണ്ണിൻ്റെ കളറായിട്ടുണ്ടാവും. പിന്നെ അവർ ഉടുക്കുന്നതോ ഷർട്ടല്ല കേട്ടോ, നമ്മൾ ഉള്ളിലിടാനുള്ള ഫുൾ കൈ പനിയ വരുന്നുണ്ടല്ലോ, പിന്നെ വെളുത്തിട്ടുള്ളത്, അതിനൊരു പോക്കറ്റും തുന്നിപ്പിച്ചിട്ട് അതാണ് ഒരു ഷർട്ട്. അങ്ങനെയും കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ജീവിക്കുന്നുണ്ട്. പിന്നെ ആർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ വെറും 30% ആളുകൾക്കാണ്. എനിക്ക് ഇതിൽ കൂടുതൽ പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ ഞാൻ സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ വിമർശിച്ചാൽ, എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ മെറ്റ അത് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നിങ്ങൾ ഈ പാവപ്പെട്ടവൻ്റെ ആനുകൂല്യങ്ങൾ കവർന്നെടുത്തല്ല പണക്കാരന് കൊടുക്കേണ്ടത്, അതായത് കോർപ്പറേറ്റുകൾക്ക്. പക്ഷെ പിന്നെ കോർപ്പറേറ്റുകളില്ലെങ്കിൽ എന്താ, ഈ അധികാരത്തിലിരിക്കുന്നവർക്ക് ഫണ്ട് കിട്ടൂല. അപ്പോൾ പിന്നെ ഒരു ആവശ്യവുമാണ്. ഞാൻ വേണ്ടെന്നല്ല പറയുന്നത്, വേണ്ട ഞാൻ ഒരിക്കലും പറയില്ല. ഒരു രാജ്യം എന്ന് പറഞ്ഞിടത്തോടെ കോർപ്പറേറ്റുകളും വേണം, പാവപ്പെട്ടവൻ. പക്ഷേ പാവപ്പെട്ടവൻ്റെ അനന്തരം നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് 50% ഉള്ളത് 60ആയി. ഓരോ സ്വാതന്ത്ര്യത്തിനും നമ്മൾ കൊണ്ടാടുമ്പോഴും ദരിദ്രർ കൂടിയും കൊണ്ടേയിരിക്കുകയാണ്, അല്ല കുറേയല്ല. ശരിക്കൊരു നാടിൻ്റെ വളർച്ച എങ്ങനെയാണ് നിങ്ങൾക്കറിയോ? ഓരോ സ്വാതന്ത്ര്യത്തിനും നമ്മൾ കൊണ്ടാടുമ്പോഴും ദരിദ്രർ കുറഞ്ഞുകൊണ്ടിരിക്കണം, പക്ഷേ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ 1949-47 കാലഘട്ടത്തിലേക്ക് തിരിച്ചു, അതിനും ബാക്കിലേക്ക്, അതായത് പിന്നെ 25-30 കാലഘട്ടത്തിലേക്കാണ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അല്ലാതെ 2026 ആകുമ്പോൾ നമ്മൾ പിന്നെ 1926, 27, 30 കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയിട്ട് എത്ര മഹാന്മാരാണ് ജീവിതത്യാഗം ചെയ്തത് നിങ്ങൾക്കറിയോ? അവരൊക്കെ ഒന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ആലോചിച്ചു പോകും, എന്തിനാണ് ഞാനൊക്കെ എൻ്റെ ജീവിതം ഇത്രയും ത്യജിച്ച്
ഇങ്ങനെ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തതെന്ന് അവർ തീർച്ചയായിട്ടും ആലോചിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയൊരു 25 വർഷം കഴിഞ്ഞാൽ ഇന്ത്യ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നും അറിയാം. എങ്കിലും നമുക്കൊക്കെ ഒരു പ്രത്യാശ ഉണ്ടല്ലോ. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ ഓരോ വ്യക്തിയും രാത്രി ഉറങ്ങാൻ നേരത്തെ എന്താ ആലോചിക്കണം, നാളെ എൻ്റെ ജീവിതം ഇതിലും നന്നാവും, ഞാനൊക്കെ രക്ഷപ്പെട്ടു പോവും. അങ്ങനെ ആലോചിച്ച് പിന്നെ ജീവിതം തള്ളി നിൽക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അവർക്ക് ഇത് നമ്മൾ പ്രദേശമില്ലെങ്കിൽ അവരൊന്നും ജീവിച്ചേ ഇരിക്കില്ല. എന്നമാതിരി നമ്മൾ ഇന്ത്യ നാളെ നന്നാവും. മറ്റുള്ളവൻ്റെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാതെ മറ്റുള്ളവന് സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്ന നല്ല നാളത്തെ ഒരു ഇന്ത്യ ഉണ്ടാവും എന്ന പ്രതീക്ഷ നമ്മളൊക്കെ വെച്ചു പുലർത്തുന്നു. ഇനി നാളേക്ക് നല്ലൊരു ഇന്ത്യ ഉണ്ടാവട്ടെ, ഇന്ത്യ ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ ആവും എന്ന് പ്രതീക്ഷ കൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇന്ത്യയിൽ നിങ്ങൾ എത്ര വർഷമാണോ ജീവിച്ചത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിങ്ങൾ സ്വതന്ത്രമായി നേതാക്കന്മാർ വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ജയ് ഹിന്ദ്.